ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ സുരേഷന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒട്ടനവധി തമാശകൾ പുറത്തു വരാനുണ്ട്. അതിലൊരു തമാശയായിട്ട് അയ്യപ്പൻ്റെ തമാശയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. RSPക്ക് കഴിഞ്ഞ തവണ മത്സരിക്കാൻ ഒരു സീറ്റ് നൽകിയിരുന്നു. ആ സീറ്റ് ലഭിച്ചത് തന്നെ അന്ന് RSPയുടെ നേതാവ് NK പ്രേമചന്ദ്രൻ MP അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന PK ശ്രീകണ്ഠനുമായി സംസാരിച്ച് RSPക്ക് മത്സരിക്കാൻ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ സീറ്റ് കൊടുത്തത്. അരയങ്ങോട് സീറ്റാണ് അന്ന് അവർ മത്സരിച്ചത്. അത് ജനറൽ സീറ്റായിരുന്നു. അവർക്ക് ജനറൽ സീറ്റാണെന്ന് ആവശ്യപ്പെട്ടത്. ആ ജനറൽ സീറ്റിൽ മത്സരിച്ച് RSP അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് അവർക്ക് ലഭിച്ചത് 11 വോട്ടാണ്. ഇത്തവണ രാഷ്ട്രീയ മര്യാദ വെച്ച് അവർക്ക് അരയങ്ങോട് സീറ്റിന് മാത്രമാണ് അർഹതയുള്ളത്. ആ സീറ്റ് UDFൻ്റെ യോഗത്തിൽ വെച്ച് അത് RSP മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വേറൊരു ജനറൽ സീറ്റ് വേണം, ഞങ്ങൾക്ക് ആ വനിതാ സീറ്റ് വേണ്ട. റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഇപ്രാവശ്യം ജനറലായ അടുത്ത പ്രാവശ്യം വനിതയാവുന്നത് സ്വാഭാവികം. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു തരത്തിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം RSP മത്സരിച്ച് ദുർബലപ്പെട്ട ഏറ്റവും കുറഞ്ഞ വോട്ടായ ഏറ്റവും മോശപ്പെട്ട റേഞ്ചിൽ അവർ അവരുടെ വോട്ട് വിഹിതം കാണിച്ചപ്പോൾ 11 വോട്ടാണ് അവർക്ക് വാർഡ് കിട്ടിയത്. ആ 11 വോട്ട് അവർ ലഭിച്ചത് കൊണ്ടാണ് പരമ്പരാഗതമായി CPMോ കോൺഗ്രസോ ജയിച്ചു വരുന്ന വാർഡാണ് അരയങ്ങോട്. ഞാനവിടെ മെമ്പറായിരുന്ന ആളാണ്. ഒരിക്കൽ CPM ആണെങ്കിൽ മറ്റൊരിക്കൽ കോൺഗ്രസ് ജയിക്കുന്ന ഒരു വാർഡിൽ BJP ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ RSPയുടെ മത്സരമാണ്. അങ്ങനെ 11 വോട്ട് വാങ്ങിയപ്പോൾ ജനാധിപത്യ ചേരിയിലെ പല വോട്ടുകളും മറ്റ് മേഖലകളിലേക്ക് പോയി. ഇപ്പോൾ അരയങ്ങോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, സീറ്റ് വിട്ടുതരാം എന്ന് പറഞ്ഞപ്പോൾ അരയങ്ങോട് അവർക്ക് വേണ്ട. അവർക്ക് തൊട്ടടുത്ത വടക്കമണ്ണം വേണം. ഇങ്ങനെ മാറി മാറി സീറ്റ് കൊടുക്കാൻ ഏത് മുന്നണിക്കാൻ കഴിയുക? പിന്നെ അതിൽ തെറ്റില്ല, ഇതിൽ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഇപ്പം ഞങ്ങൾ ഒന്ന് പറയുന്നു, RSP ഇപ്പോൾ വടക്കമണ്ണത്ത് നോമിനേഷൻ കൊടുത്തത് 11ാം വാർഡിൽ നോമിനേഷൻ കൊടുത്തത് ആരോട് ചോദിക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നോമിനേഷൻ കൊടുത്തതാണ്. ഞങ്ങൾ അതുവരെ കാത്തു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്നാണ് പ്രഖ്യാപിക്കുന്നത്? ഞങ്ങൾ ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. പിന്നെ ഈ RSP നേതാവിൻ്റെ അടുത്ത് ഞാൻ സഹായം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പാർട്ടി ചിഹ്നത്തിൽ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് മത്സരിച്ച് 11 വോട്ട് വാങ്ങിയ പാർട്ടിയോട് കോൺഗ്രസ് സഹായം ചോദിച്ചു പറഞ്ഞാൽ അതിലും വലിയൊരു തമാശ വേറെയില്ല. ഒന്നാമത് സഹായിക്കാൻ സ്ഥാനാർത്ഥികളായിട്ടില്ല എന്നാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നെ ഇവർ ഒരു കാലത്തും UDFന് വോട്ട് ചെയ്തിട്ടുള്ള പാർട്ടിയല്ല RSP. ഇതിനു മുമ്പ് മത്സരിക്കുന്ന സമയത്തും അപ്പോഴും ഇവർ വിഘടിതമായി മത്സരിക്കും. 25 സീറ്റിലേക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 21-ൽ കുറയാത്ത സീറ്റ് ഇപ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും. 21-ൽ കുറയാത്ത സീറ്റ്, അത് നിങ്ങളോട് 100% നമ്മൾ ഉറപ്പ് പറയാണ്. 21-ൽ കുറയാത്ത സീറ്റ് ഉണ്ടാവും. 20 ഞങ്ങളുടെ ടാർഗറ്റ്. 25 വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ പങ്കാളിത്തം മാത്രം. കോൺഗ്രസിന്റെ പങ്കാളിത്തം സ്വാഭാവികമാണല്ലോ. കാരണം ഈ 21 സീറ്റെങ്കിലും ലഭിക്കുമ്പോൾ കോൺഗ്രസിന് ചുരുങ്ങിയത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി മെമ്പർമാരുണ്ടാകും.